പിൽക്കാലം കാണാഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ വരാഞ്ഞത്. RSSുമായി ഒരു കാലഘട്ടത്തിൽ മുതൽ അങ്ങേക്ക് ബന്ധമുണ്ട്, അതിപ്പോഴും പുലർത്തുന്നുണ്ട്. ആ രീതിയിലുള്ള അടുപ്പം BJPയുമായും സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. ഒരു പ്രസ്ഥാനത്തോടും ഞാനൊരു മുൻവിധിയോടുകൂടിയുള്ള എതിർപ്പുള്ള ആളല്ല. RSSനോട് എതിർക്കുന്നവർക്ക് മുൻവിധി ഉണ്ടെങ്കിൽ അതെനിക്കില്ല. ഞാൻ അതിനെ വിശാലമായ രീതിയിലേ കാണുകയുള്ളൂ. ഞാൻ അറിയുന്ന അനവധി RSSകാർ വളരെ രാജ്യസ്നേഹമുള്ളവരും വളരെ ധീരന്മാരും നല്ല സേവനങ്ങൾ ചെയ്തിട്ടുള്ളവരും ആ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. ഞാൻ അവരെ കണ്ടതുകൊണ്ട് എന്തിനാണ് ഈ RSSനോട് ഇത്രയും വലിയൊരു ശത്രുത പുലർത്തുന്നതെന്ന്. പ്രത്യേകിച്ച് ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് RSSനോട് സ്വാഭാവികമായി എതിർപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് എനിക്ക് ആ എതിർപ്പില്ലാതെ കണ്ടപ്പോൾ അവർക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിക്കാണും. അങ്ങയുടെ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നാഥുറാം ഗോഡ്സെ ഒരു ഘട്ടത്തിൽ RSSകാരനായിരുന്നു, അതുകൊണ്ട് RSSന് ആ വധത്തിൽ പങ്കില്ല. കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യം. RSSന് ഗാന്ധി വധത്തിൽ പങ്കില്ല എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്. RSSന് പങ്കുണ്ടോന്ന് അന്വേഷണിക്കാൻ പറ്റിയ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. RSSനെ ആ കേസിനകത്ത് ആദ്യം തന്നെ ചാർജ് ഷീറ്റിൽ നിന്നും അവർ വിമുക്തമാക്കി പങ്കില്ലെന്ന് കണ്ടതുകൊണ്ട്. ഇത് പറഞ്ഞത് ഞാനല്ല. കോടതി പോകുന്നതിന് മുമ്പേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, കോടതിയും പറഞ്ഞു. അതിനുശേഷം എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും RSSന് അതിൽ പങ്കില്ല എന്ന് തന്നെ പറഞ്ഞു. ഗാന്ധിവധത്തിൽ RSSന് പങ്കില്ല. പക്ഷെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അന്ന് എഴുതിയ ഒരു കാര്യം, പൊതുജനത്തിന്റെ വികാരമാണ് നാഥുറാം ഗോഡ്സെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. ഞാൻ വായിച്ചിട്ടില്ല, ഞാനിപ്പോ കേൾക്കുക, അത് ആദ്യമായിട്ട് കേൾക്കുക ഞാനിപ്പോ. അത് അന്ന് ഓർഗനൈസർ ആ രീതിയിൽ എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ഓർഗനൈസർ എഴുതിയെന്നുള്ള വിവരം ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. വീണ വായിച്ചിട്ടുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഓർഗനൈസറിനകത്ത് ഞാനിപ്പോഴാണ് അത് കേൾക്കുന്നത്. ആരെങ്കിലും ഒരാൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ മേല. വിദ്യാർത്ഥി ജീവിതകാലത്ത്